മറ്റുള്ളവരുടെ രക്തം കണ്ട് ഉന്മാദിക്കുന്നവനാണ് ഈ സൈക്കോപാത്ത് എന്ന് പറയുന്നത്. എൻ്റെ ബോധ്യങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പറയുന്നത് ഒരു സൈക്കോപാത്തിന് മാത്രമേ കോൺഗ്രസ് നേതൃത്വത്തെയും പ്രതിപക്ഷത്തെയും ഒന്നടങ്കം ഇല്ലാതാക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കാനാവൂ. ശ്രീ പിണറായി വിജയന് സൈക്കോപാത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം ഒരു സൈക്കോപാത്താണെന്ന് പറഞ്ഞാൽ അതൊരു അധികപ്പറ്റാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ആ പദം മാത്രം മതിയോ എന്നാണ് എനിക്ക് സംശയം. അതിനപ്പുറത്തൊരു പദം ഉണ്ടോ എന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ മറ്റൊരു വാക്ക് കണ്ടെത്താത്തത്. പറയാൻ സാധിക്കുന്നതിനുള്ള പരമാവധി വാക്കാണ് ഞാൻ പറഞ്ഞത്. ഹി ഈസ് എ സൈക്കോപാത്ത്. അങ്ങനെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ വേണോ വേണ്ടയോ എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കേണ്ടതാണ്. ഈ അടി അത്രയും അടിച്ച് തലകീറി ത്രട്ടം വിളിച്ച് ആശുപത്രിയിൽ കിടക്കുന്ന ഈ ആളുകൾക്ക് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് അവർ നടത്തിയത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അദ്ദേഹത്തെ തിരുത്താൻ ആ പാർട്ടിയിൽ ആരുമില്ല. ഏകഛത്രാധിപതിയാണ് ആ പാർട്ടിയിൽ. ആരും വിമർശിക്കാനില്ല, ആരും എതിർക്കാനില്ല. CPM-ന്റെ എത്ര മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചു? ഇതുപോലെ ഒരു മുഖ്യമന്ത്രിയുടെ നിഴൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. വ്യക്തി വിരോധം തീർക്കുകയാണ് ഈ സർക്കാർ. അക്രമത്തെ ആരാധിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന CPM-ന് ജനാധിപത്യത്തോട് പുച്ഛമാണ്. എനിക്ക് ചില ശാരീരിക പ്രശ്നങ്ങളുണ്ടെന്നും മുഖ്യമന്ത്രിക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഗ്രനേഡും ഹൈഡോസും പോലുള്ള മറ്റു വാതകങ്ങളും പ്രയോഗിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിണറായി വിജയൻ ഒരു കൊലയാളിയാണെന്നും കൊലയാളിയുടെ മനസ്സാണ് ഇയാൾക്കുള്ളതെന്നും ഞാൻ എത്രയോ കാലമായി പറയുന്നു. കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകമായ വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകം ഇദ്ദേഹത്തിന് നേരിട്ട് പങ്കുള്ള കൊലപാതകമാണ് എന്ന് നിങ്ങൾ ഓർക്കണം. മംഗലാപുരം കോടതിയിലാണ് ആ കേസ് സാക്ഷി പറയാൻ ആളില്ലാത്തത് കൊണ്ട് തള്ളിപ്പോയതാണ്. സ്വന്തം കൊലക്കത്തിയെടുത്ത് രാഷ്ട്രീയ എതിരാളികളെ കൊല്ലാൻ പോയ പാരമ്പര്യത്തിന്റെ ഉടമസ്ഥന ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. കണ്ണൂരിലെ അത് TP ചന്ദ്രശേഖരനിൽ വരെ എത്തി. സ്വന്തം സഹപ്രവർത്തകനായ ചന്ദ്രശേഖരനെ പോലും കൊല്ലിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡായി നടന്നിരുന്ന ഒരു വെണ്ടുട്ടായി ഒരു ബാബു. ആ ബാബു എന്ന് പറയുന്ന ചെറുപ്പക്കാരനും ഇദ്ദേഹവും തമ്മിൽ ഒന്ന് തെറ്റി അകന്ന് ബാബു ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് 2-3 ദിവസമായിട്ട് വന്നില്ല. അദ്ദേഹം അവനെ ശത്രുപക്ഷത്തേക്ക് പ്രഖ്യാപിച്ചു പിണറായി. എന്നിട്ട് 10-25 ദിവസം ആകുമ്പോഴത്തേക്ക് ഒരു ദിവസം ഒരു ക്രിമിനൽ കേസിനകത്ത് വക്കീലിനെ കാണാൻ തലശ്ശേരി ചിറക്കര പോകുമ്പോൾ ആ ചിറക്കരയിലെ ഒരു ജംഗ്ഷനിലിട്ട് CPM-ന്റെ ഗുണ്ടകളെ വെച്ച് ആ ബാബുവിനെ വെട്ടിക്കൊന്നു. കൊല്ലട്ടെ, ഒരാളെ കൊന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തിന് ഒരൊറ്റ ആളുകളും പങ്കെടുക്കാൻ പാടില്ലെന്ന് പിണറായിയിലെ ജനങ്ങൾക്ക് മുഴുവൻ വിലക്ക് കൽപ്പിച്ചു ഈ പിണറായി വിജയനും പാർട്ടിയും. പോസ്റ്റ്മോർട്ടം നടത്താൻ പോലും ആരും ഉണ്ടായില്ല. അടുത്ത ബന്ധുക്കൾ മാത്രം 2-3 ആളുകൾ. അങ്ങനെ വൈകുന്നേരം ആകുമ്പോ ചാരിപ്പാറുന്ന മഴ, ബോഡി മറവ് ചെയ്യാൻ കുണ്ടുകുഴിക്കാൻ ആളില്ല, പിക്കാസില്ല, അവിടെ നാട്ടുകാരില്ല, അയൽവക്കക്കാരില്ല, ആരുമില്ലാതിരിക്കുന്ന ദയനീയമായ അവസ്ഥയിൽ ബോഡിയും വെച്ച് അടുത്ത കുടുംബക്കാരെ വീട്ടിലിരിക്കുന്നു. ആ വീട്ടിനടുത്താണ് അന്ന് SN കോളേജിലെ KSUവിന്റെ വൈസ് ചെയർമാനായിരുന്ന നമ്മുടെ ഒരു പെൺകുട്ടി, പേര് മറന്നുപോയി. അവരന്ന് ആ കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇവിടെ ആളുകളില്ല ഇത് മറവ് ചെയ്യാൻ, അതുകൊണ്ട് സ്മരണ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ എന്റെ നാട്ടിൽ നടാലിൽ നിന്ന് 3 ജീപ്പിൽ ആളുകളെയും പിക്കാസും പെട്രോമാക്സും ഒക്കെ എടുത്ത്, ലൈറ്റില്ല, പെട്രോമാക്സ് കൊടുക്കുന്നില്ല കടകളിൽ നിന്ന്, അവിടെ പെട്രോൾ മാക്സും ഒക്കെ എടുത്ത് 15 ആളുകളെ അയച്ച് അവർ പോയിട്ടാണ് ആ ബോഡി മറവ് ചെയ്തത്. അതാണ് പിണറായി വിജയൻ. കൊല്ലുക മാത്രമല്ല, അത് മറവ് ചെയ്യാൻ പോലും സമ്മതിക്കാത്ത ക്രൂരതയുടെ പര്യായം. അത്ര വികൃതമാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ മുഖമെന്ന് നിങ്ങൾ ഓർക്കണം. പിണറായി വിജയൻ ഒരു കൊലയാളിയാണെന്നും മനസ്സാണ് ഇയാൾക്കുള്ളതെന്ന് ഞാൻ എത്രയോ കാലമായി പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് നേരിട്ട് തൊട്ടറിയാൻ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുകയാണ്. മറ്റുള്ളവരുടെ രക്തം കണ്ട് ഉന്മാദിക്കുന്നവനാണ് ഈ സൈക്കോപാത്ത് എന്ന് പറയുന്നത്. എൻ്റെ ബോധ്യങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പറയുന്നത് ഒരു സൈക്കോപാത്തിന് മാത്രമേ കോൺഗ്രസ് നേതൃത്വത്തെയും പ്രതിപക്ഷത്തെയും ഒന്നടങ്കം ഇല്ലാതാക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കാനാവൂ. ശ്രീ പിണറായി വിജയന് സൈക്കോപാത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം ഒരു സൈക്കോപാത്താണെന്ന് പറഞ്ഞാൽ അതൊരു അധികപ്പറ്റാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
അത് ആ പദം മാത്രം മതിയോ എന്നാണ് എനിക്ക് സംശയം. അതിനപ്പുറത്തൊരു പദം ഉണ്ടോ എന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ മറ്റൊരു വാക്ക് കണ്ടെത്താത്തത്. പറയാൻ സാധിക്കുന്നതിലുള്ള പരമാവധി വാക്കാൻ ഞാൻ പറഞ്ഞത് ഹി ഈസ് എ സൈക്കോപാത്ത്. അങ്ങനെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ വേണോ വേണ്ടയോ എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കേണ്ടതാണ്. കണ്ണൂരിലെ ജനങ്ങൾക്ക് മാത്രം അറിയാവുന്ന പിണറായി എന്ന സൈക്കോപാത്തിനെ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ തിരിച്ചറിയാൻ നവകേരള സദസ് യാത്രയിലൂടെ സാധിച്ചു എന്നതിൽ ഞാൻ സംതൃപ്തനാണ്. നവകേരള സദസ് കേരളത്തിലുടനീളം സഞ്ചരിച്ച് 37 ദിവസം ഈ സൈക്കോപാത്തിന്റെ ക്രൂരകൃത്യങ്ങൾ ജനങ്ങൾ കണ്ടു. കല്യാശ്ശേരിയിൽ എൻ്റെ കുട്ടികളെ അടിച്ച് പിണറായി വിജയന്റെ ഗുണ്ടകൾ തല്ലിച്ചതച്ച് അതിനെ ജീവൻ രക്ഷാപ്രവർത്തനമായി വിശേഷിപ്പിച്ച് ഒരു സൈക്കോപാത്തിന് മാത്രമല്ലേ അത് പറയാൻ സാധിക്കൂ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ചോദിച്ചാൽ തെറ്റുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഉത്തരം പറയണം. നവകേരള സദസ് കണ്ണൂരിലെത്തിയപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരെ വ്യാപകമായി കരിങ്കൽ തടങ്കലിട്ടു. ഇതിനെ തുടർന്നാണ് കോൺഗ്രസ് പ്രത്യക്ഷമായി കരിങ്കൊടി സമരവുമായി എത്തിയത്. പഴയങ്ങാടിയിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടിയെന്ന് ഒറ്റ കാരണത്തിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ ഹെൽമറ്റും പിടിച്ചട്ടിയും കൊണ്ടൊക്കെ അടിച്ച് ഇടിച്ച് മൂക്ക് കലച്ച് കായ് പൊട്ടിച്ചു കാല് പൊട്ടിച്ച് തലക്കടിച്ച് അവരെ ആശുപത്രിയിലാക്കി. അതിനെ ന്യായീകരിക്കുന്നു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ആ മുഖ്യമന്ത്രി ആദ്യം ധരിച്ചത് ഞാൻ ഒരു നാക്ക് വഴിയായിരിക്കുമെന്നാണ്. പക്ഷേ ഇത് തന്നെ ആവർത്തിച്ചപ്പോ എനിക്ക് തോന്നി അദ്ദേഹം ബോധപൂർവം പറയുന്നതാണ് എന്നാണ്. ആരെങ്കിലും വിശ്വസിക്കൂ? അത് ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കൂ? ഞാൻ വിചാരിച്ചു നാക്ക് വഴിയാണെന്ന്. പക്ഷേ പിന്നെ മനസ്സിലാക്കിയത് അദ്ദേഹം അത് ഒരു വിശ്വാസ പ്രമാണമായിട്ടാണെന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും. കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹം അത് പറഞ്ഞു.